വാർ 2 പോലെ ഒരു കാട്ടവരാത പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ ആൽഫയ്ക്ക് കയറിയത്. ബട്ട് ടു ബി ഹോണസ്റ്റ് ഐ വാസ് കംപ്ലീറ്റ്ലി സർപ്രൈസ്ഡ്. നല്ല പടം. വെറുതെ പറയല്ല, ഊക്കി പറയുന്നില്ല. സത്യമായിട്ടും നല്ല പടം. അല്ല, ഈ YRF യൂണിവേഴ്സിൽ ഈ അടുത്തിറങ്ങിയ സിനിമകളിൽ വെച്ച് മികച്ചൊരു പടം എന്താണ് എനിക്ക് ഫീൽ ചെയ്തത്. നല്ല നല്ല തറോലി എൻഗേജിങ് ആയിട്ടുള്ളൊരു പടമായിരുന്നു. സ്റ്റാർട്ട് ടു എൻഡ് എവിടെ നമുക്കൊരു സെക്കൻഡ് പോലും ബോറടിക്കുകയോ ലാഗ് അടിക്കുകയോ ഒന്നുമില്ല. പടം ടെംപ്ലേറ്റ് സാധനം തന്നെയാണ്. ടിപ്പിക്കൽ ആ ഒരു ജനറിക് പരിപാടി തന്നെയാണ്. നമ്മൾ കേട്ട് പതിഞ്ഞ കുറേ കഥകളൊക്കെ തന്നെയാണ്. ഒരു ഒറിജിൻ സ്റ്റോറി പോലെ നമ്മളൊരു ഒരു ബെല്ലറീന മോഡ് സെറ്റപ്പാണ് ഇവർ പിടിച്ചിട്ടുള്ളത്. നമ്മുടെ ജോൺ വിക്ക് യൂണിവേഴ്സിൽ ബെല്ലർ എങ്ങനെ വന്നു അതേപോലെ തന്നെ അവരുടെ പാറ്റേൺ തന്നെയാണ്. പക്ഷേ ഈ സാധനത്തിൻ്റെ മേക്കിംഗ് ആയിക്കോട്ടെ, ഇതിൻ്റെ പട്ട എന്നുള്ള സ്ക്രീൻ പ്ലേ ആയിക്കോട്ടെ, സ്ക്രീനിൽ നമുക്ക് കണ്ണെടുക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇതിൻ്റെ മേക്കിംഗ് ഫുള്ളായിട്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് അതിന് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് ഡയറക്ടറാണ്. ബാക്കിയുള്ള വേറെ ഫാക്ടേഴ്സ് ഒന്നുമല്ല. ഡയറക്ടർ കിഡിലിനാണ്. ഈ റെയിൽവേ മാൻ എന്ന് പറഞ്ഞൊരു സീരീസ് ഉണ്ടായിരുന്നു നമ്മുടെ നെറ്റ്ഫ്ലിക്സിൻ്റെ. ഒരു മിനി സീരീസാണ്, 4 എപ്പിസോഡുകളുള്ളത്. ഞാനത് കുറേ വട്ടം പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. നല്ല അടിപൊളി സീരീസാണ്. നല്ല കിടിലം മേക്കിംഗ് ആണ്. നല്ലൊരു നല്ലൊരു ഒരു സോളുള്ളൊരു സാധനമാണ്. ഭോപ്പാലത്തിലൊന്നും ബേസ് ചെയ്തിട്ടുള്ള നമ്മുടെ മാധവനൊക്കെ പ്രധാന വേഷത്തിൽ ഒരു സീരീസാണ്. അതിൻ്റെ മേക്കറാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്ടറാണ് ഈ സിനിമ എടുത്തിട്ടുള്ളത്. ആൻഡ് ഈ ചങ്ങായി നമ്മളിപ്പോൾ സ്ഥിരം ഈ ഒരു സ്പൈ യൂണിവേഴ്സിൽ നമ്മളെ നിരാശരാക്കുന്ന അല്ലെങ്കിൽ നമുക്ക് വെറുക്കുന്ന കുറേ സാധനങ്ങളുണ്ടല്ലോ. ഈ നമ്മൾ ആക്ഷൻ കാണാൻ നമുക്കിഷ്ടമാണ്. ഈ വലിയ വലിയ സ്റ്റാർസിനെ അവരെ ഭയങ്കര ഒരു സ്ലോ മോഷനൊക്കെ വെച്ച് ഒരു സ്വാഗോടെ വരുന്നതൊക്കെ കാണാൻ നമുക്കിഷ്ടമാണ്. പക്ഷെ അതിൽ ഈ ഓവർ ദ ടോപ്പ് സാധനങ്ങളാവുമ്പോൾ നമുക്ക് കുറച്ച് പ്രശ്നങ്ങൾ വരുമല്ലോ. അതാണ് ഈ ഒരു യൂണിവേഴ്സിൻ്റെ മുഴുവൻ പ്രശ്നം അതാണ്. ടൈഗർ 3 ആയിക്കോട്ടെ, പഠാൻ ആയിക്കോട്ടെ, മറ്റേ ടൈഗർ 3-ലൊക്കെയാണ് തോന്നുന്നത് ഒരു ബ്രിഡ്ജിലുള്ളൊരു സീക്വൻസ് ഒക്കെ ഉണ്ടല്ലോ. ഇവർ രണ്ടുപേരും കൂടിയിട്ട് ഷാറുഖ് ഖാനും സൽമാനും കൂടി ഒരു സീക്വൻസും. വാർ 2-ൽ പിന്നെ പറയണ്ട, ഫുള്ള് തന്നെ. പിന്നെ പത്താനിലുള്ള കുറേ സീക്വൻസും ഇങ്ങനത്തെ ഈ ഓവർ ദ ടോപ്പ് സാധനങ്ങൾ കണ്ട് അപരാധമായി പോകുന്ന കുറേ സീനുകളൊക്കെ ഈ പടത്തിൽ കംപ്ലീറ്റ്ലി ഒഴിവാക്കിയിട്ടുണ്ട്. ഇതിൽ ആക്ഷൻ സീക്വൻസ് ഫുള്ള് ഗ്രൗണ്ടഡാണ്. ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്റ്റുകളാണ് കൂടുതലും പടത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഗൺ ഫൈറ്റുകളൊക്കെ ആയിക്കോട്ടെ, എല്ലാം നല്ല വെൽ കൊറിയോഗ്രാഫ്ഡ് ആയിട്ടുള്ള ഫൈറ്റ് സീക്വൻസുകൾ. ദെൻ നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറേ സാധനങ്ങളുണ്ട്. ജനറിക് ആവും, ടെംപ്ലേറ്റ് ആവും എന്ന് പ്രതീക്ഷിക്കുന്ന, ഇപ്പോൾ ഒരു അച്ഛൻ മകൾ ബോണ്ടോ അല്ലെങ്കിൽ ഒരു സിസ്റ്റർഹുഡൊക്കെ കാണിക്കുന്ന ഒരു സെറ്റപ്പോ, അതൊക്കെ ക്രിഞ്ചാവേണ്ട കുറേ സാധനങ്ങൾ ഇവർ നല്ല 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 പ്രോപ്പറായിട്ട് ഇതിന് ട്രീറ്റ് ചെയ്യുന്നു. ഒരു ജസ്റ്റ് ഒരു പാട്ട് സീനിൽ കൂടെ 2 ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഇമോഷൻസും ബോണ്ടിങ്ങും ഒക്കെ കാണിക്കുന്നു. ഭയങ്കര പട സ്വിച്ച് ചെയ്തിട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ അനാവശ്യമായിട്ടുള്ള, അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇതിൽ ഈ സ്ക്രീൻ പ്ലേയിൽ അനാവശ്യമായിട്ടുള്ള ഒന്നുമില്ല. സിനിമയിലെല്ലാം സ്റ്റേ ചെയ്ത് സെറ്റ് ചെയ്തിട്ടാണ് കൊണ്ടുവച്ചിട്ടുള്ളത്. ഈവൻ ഇങ്ങനത്തെ ജനറിക് ആയിട്ടുള്ള സിനിമകൾ, ഇവർ പക്കാ കൊമേഴ്ഷ്യൽ ജനറിക് ഫോർമുലയിൽ വരുന്ന സിനിമകളിലൊക്കെ തന്നെ നമുക്കറിയാം ക്ലൈമാക്സ് നടക്കുന്ന സ്ഥലം ഏതാണെന്ന്. നമ്മുടെ ഫിലിം ഷാക്കൊക്കെ റോസ്റ്റിൽ ഇടയ്ക്കിടയ്ക്ക് സ്ഥിരം പറയാറുള്ളതാണ്. എല്ലാ പടത്തിൻ്റെ അവസാനം നമുക്കറിയാതെ ടെംപ്ലേറ്റ് അങ്ങനെയാണ് പോകുന്നത്. അവസാനം ക്ലൈമാക്സ് നടക്കുന്ന സ്ഥലത്തിലേക്ക് ഇവർ വരും. പക്ഷേ ഈ സിനിമയിൽ അങ്ങനെയല്ല. ഒരു ഒരു ഏതെങ്കിലും ഒരു ഗോഡൗണോ അല്ലെങ്കിൽ വല്ല പൂരപ്പറമ്പോ അല്ലെങ്കിൽ വല്ല കാട്ടിലോ അങ്ങനെയൊന്നുമല്ല. ഇതിലൊരു ഒരു 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 ക്യാമ്പുണ്ട്, ഒരു ബേസ് ഉണ്ട്. അത് ഓൾറെഡി ഇവർ നേരത്തെ പടത്തിൽ പറഞ്ഞ് സെറ്റ് ചെയ്ത് പോകുന്നുണ്ട്. സോ ഇങ്ങനെ നമ്മൾ പുതിയതായിട്ട് കാണുന്ന സാധനങ്ങളും അല്ലാതെ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കുറേ സാധനങ്ങൾ സ്റ്റേ ചെയ്തിട്ടാണ് സിനിമ ത്രൂ ഔട്ട് ഇവർ കൊണ്ടുപോകുന്നു. ദെൻ ഇതിൽ വരുന്ന ക്യാരക്ടേഴ്സും വളരെ മിനിമലാണ്. ഇപ്പോൾ സ്ഥിരം വില്ലനായിട്ട് വരുന്ന ബോബി ഡിയോൾ പടത്തിലുണ്ട്. വേണമെങ്കിൽ മൂപ്പര് ഇതേ മറ്റേ നമ്മൾ ലാലേട്ടനെ വെച്ച് പറയാറില്ല, ഇതേ ഗെറ്റപ്പിലാണ് ഐ തിങ്ക് ജനനായകനിലുള്ളത്. ഇനിയിപ്പോൾ അതിൻ്റെ ട്രെയിലറൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം, സെയിം ഗെറ്റപ്പ്. പക്ഷേ ഇതിൽ മൂപ്പർക്ക് ആ ഒരു സ്വാഗ് ഉണ്ട്. റീസെൻ്റ്ലി സ്ഥിരം നമ്മളിപ്പോൾ വഴിപോക്കൻ എന്നൊക്കെ പറയുന്ന പോലെ ഒരു സ്ഥിരം മറ്റേ വില്ലൻ വേട്ടമൃഗമാണ് നമ്മുടെ ബോബി ഡിയോൾ. പക്ഷേ ഈ പടത്തിൽ മൂപ്പർക്ക് നല്ല റോളാണ് കൊടുത്തിട്ടുള്ളത്. തന്നെ ആലിയ ഭട്ട് ആയിക്കോട്ടെ, ദെൻ മറ്റേ ആ കൂടെ വന്നിട്ടുള്ള ആ ഒരു കോസ്റ്റാറിൻ്റെ പേരെനിക്കറിയില്ല. ഞാൻ വേറെ പടത്തിലൊന്നും കണ്ടിട്ടുമില്ല. ഞാൻ അധികം ബോളിവുഡ് പടങ്ങൾ കാണാത്തത് കൊണ്ട്. പക്ഷേ ഇവർ രണ്ടുപേരും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഐ തിങ്ക് എനിക്ക് മറ്റേ ക്യാരക്ടറിനെ കുറച്ച് കൂടുതൽ ഇഷ്ടമായി. കാരണം ആലിയ ഭട്ടിനെ നമുക്ക് ഓൾറെഡി അറിയാം, നമുക്ക് കണ്ടു പരിചയമുണ്ട്. പക്ഷേ ഒപ്പം തന്നെ അതേ സ്പേസിങ് കൊടുത്ത് ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നല്ല ബാലൻസ് ചെയ്ത് 2 ക്യാരക്ടേഴ്സിനെ കൊണ്ടുപോകുന്നുണ്ട്. 2 പേർക്കും നല്ലൊരു സ്വാഗുള്ള ആക്ഷനൊക്കെ നല്ല പ്രോപ്പറായിട്ട് രണ്ടുപേരും കൈകാര്യം ചെയ്ത് 2 പേർക്കും രണ്ട് വ്യത്യസ്ത മാനറിസംസ് ഉണ്ട്. അലിയ ഭട്ടിൻ്റെ ക്യാരക്ടറിന് ഭയങ്കര റഫ് ആൻഡ് ടഫ് ആയിട്ടും മറ്റേ ക്യാരക്ടറിന് കുറച്ചും കൂടി ഒരു എനർജറ്റിക് അല്ലെങ്കിൽ ഒരു കരിസ്മാറ്റിക് ആ രീതിയിലാണ് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. അതൊക്കെ നല്ല ഈക്വലി ബാലൻസ്ഡ്. തന്നെ അലിൻ കപൂറിൻ്റെ ഒരു ക്യാരക്ടറുണ്ട്. ആ ക്യാരക്ടറിനും നല്ല ഈക്വലായിട്ട് ഇമ്പോർട്ടൻസ് ഈ ഒരു പ്രായത്തിൽ മൂപ്പർ നന്നായിട്ട് ആക്ഷനൊക്കെ ചെയ്യുന്നു. മൊത്തത്തിൽ എന്നെ സംബന്ധിച്ച് നല്ല എൻഗേജിങ് ആയിട്ടുള്ള പടമായിരുന്നു. എവിടെ എനിക്ക് ബോറടിക്കുക ലാഗടിക്കുക ഒന്നും ചെയ്തില്ല. എസ്പെഷ്യലി ഇതൊരു YRF സ്പൈ യൂണിവേഴ്സിലെ പടമാണെന്നുള്ളത് ഇതിൽ ക്യാമിയോ ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, ട്രെയിലർ കണ്ടാൽ തന്നെ അറിയാം. നമുക്കൊരു ഹൃത്തിക് റോഷൻ്റെ ഒരു ചെറിയ ക്യാമിയോ വരുന്നുണ്ട്. അത് മാത്രമാണ് ഈ സിനിമയിൽ ആവശ്യമുണ്ടായിരുന്നില്ല എന്ന് തോന്നിയത്. കാരണം സിനിമയെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ക്യാമിയോ എന്ന രീതിയിൽ വെക്കുകയാണെങ്കിൽ തന്നെ ഈ സിനിമയ്ക്ക് അത് ആവശ്യമില്ല. ആക്ച്വലി ഋത്തിക് റോഷൻ വന്ന സമയത്താണ് കബീറിൻ്റെ മറ്റേ ആ ഒരു
ഒരു ബിജിഎം ഉണ്ടല്ലോ. ഇതിടുന്ന സമയത്ത് മാത്രമാണ് എനിക്ക് ശരിയാണല്ലോ ഇത് ഈ സ്പൈ യൂണിവേഴ്സിലെ പടമാണല്ലോ എന്ന് ഇടയ്ക്ക് നമ്മൾ ആലോചിച്ച് നോക്കുക. അല്ലെങ്കിൽ ഇടയ്ക്ക് ഇവരൊക്കെ ഈ ടൈഗറും പത്താനൊക്കെ റെഫറൻസ് പറയുമ്പോഴായിരിക്കും സ്പൈ യൂണിവേഴ്സിലെ പടം എന്ന്. അല്ലാതെ നമുക്ക് ആ ഒരു ടെംപ്ലേറ്റ് ഫോർമാറ്റ് കൊണ്ടുവന്ന പടയേ അല്ല. നമുക്ക് അത് ഭയങ്കര വേറിട്ട് നമുക്ക് നിൽക്കും. ഈ ഒരു സീക്വൻസ് വരുമ്പോൾ മാത്രം ആ ഡയറക്ടർ പണ്ട് മറ്റേ ഈ സ്പൈ യൂണിവേഴ്സിലെ പടങ്ങളെടുത്ത ആൾ വന്നിട്ട് അല്ലെങ്കിൽ ആ ഒരു ടീം വന്നിട്ട് എടുത്ത പോലെയൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം അത് മാത്രം അവിടെ എത്തുമ്പോൾ ഓവർ ദി ടോപ്പായി. ഹൃത്തിക് റോഷൻ വന്ന ആ ഒരു ഫൈറ്റിൽ ഇത് സാധനം കൈവിട്ട് പോയി. കയ്യിൽ നിന്ന് പോയിട്ട് മറ്റേ ഈ പറന്ന് ചാട്ടി ആ സാധനങ്ങളല്ലേ. ബാക്കിയൊക്കെ ഗ്രൗണ്ടഡ് ആയിട്ട് ഇങ്ങനെ ചെയ്യുന്ന ഐ തിങ്ക് അത് ആവശ്യമില്ലായിരുന്നു. കാരണം ഈ പടത്തിൻ്റെ ആവശ്യം അതില്ല. ബാക്കി എൻഗേജിങ് ആയിട്ട് ബാക്കി അത്രയും നല്ല അടിപൊളിയായിട്ട് ഇവർ അല്ലാതെ തന്നെ ഈ പടത്തിൽ കൊണ്ടുപോകുന്നുണ്ട്. മോശമൊന്നുമല്ല. പക്ഷെ അത് വന്ന സമയത്ത് ആക്ച്വലി പടം കയ്യിൽ നിന്ന് പോയ പോലെയാണ്. പക്ഷേ ഒരു പ്രോപ്പർ ക്ലോഷർ ഒന്നും കൊടുക്കാതെയാണ് ആ ഒരു ആക്ഷൻ. ഐ തിങ്ക് ഋത്തിക് റോഷന് ഒരു എക്സ്റ്റെൻഡഡ് ക്യാമിയോ പോലെയൊക്കെ ഒരു പ്രതീക്ഷിച്ചിട്ട് കുറേ സാധനം ഷൂട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഫൈറ്റിൻ്റെ ഒരു മിഡിൽ പോർഷനിൽ കൊണ്ട് അവർ നിർത്തും. ഒരു ഫുൾ സ്റ്റോപ്പ് ഒന്നുമില്ല എന്നുള്ള രീതിയിൽ ഇങ്ങടുമില്ല ആ രീതിയിലാണ് കൊണ്ട് നിർത്തുക. സോ ഋത്തിക് റോഷൻ ഐ തിങ്ക് അനാവശ്യ ക്യാമിയോ ആയിരുന്നു. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. ബട്ട് ബാക്കിയുള്ളതൊക്കെ നല്ല കിട്ടിലിനായിട്ട് വെടിപ്പായിട്ട് തന്നെ ബോളിവുഡ് അല്ലേ രണ്ടെണ്ണത്തിന് കിട്ടിയിട്ടുണ്ട്. രണ്ടും സ്ത്രീ കഥാപാത്രങ്ങൾ. രണ്ടിനെയും വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കാണിക്കണ്ടേ, ഗ്ലാമർ കാണിക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഒരു സീനിൽ മാത്രം രണ്ടിനെ ഷട്ടിപ്പുറത്ത് നിർത്തുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു എനിക്ക് തോന്നി. കാരണം ഈ പടം അങ്ങനെയല്ല. ഇത് ഗ്ലാമർ കാണിക്കാനുള്ള പടമല്ല. ഇത് കുറച്ച് ഒരു റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള രണ്ട് ക്യാരക്ടേഴ്സിൻ്റെ ആക്ഷൻ കാണിക്കുന്ന നമ്മുടെ മറ്റേ ബെല്ലറീനൊക്കെ ഇല്ല അതേപോലത്തെ ഒരു പടമാണ്. സോ അതിൽ ആ ടിപ്പിക്കൽ ബോളിവുഡ് അങ്ങനത്തെ കുറച്ച് ഇപ്പോൾ ചില സീനുകളിൽ ചിലപ്പോൾ ഓവർ ദി ടോപ്പായിട്ട് വളരെ മൈന്യൂട്ടായിട്ടുള്ള സീനുകളിലും ദെൻ ചില സാധനങ്ങളൊക്കെ അല്ലെങ്കിൽ ചില ഡയലോഗുകളൊക്കെ കുറച്ച് ക്രിഞ്ചായിട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിലും ഇൻ ടോട്ടൽ മറ്റ് സ്പൈ യൂണിവേഴ്സ് ഞാൻ പറയുന്നത് ഇതുവരെ ഞാൻ കാണാത്ത രീതിയിലുള്ള വേറെ ലെവൽ സ്പൈ പടം എന്നൊന്നല്ല. YRFൻ്റെ സ്പൈ യൂണിവേഴ്സിൽ തന്നെ ഈ റീസെൻ്റ്ലി ഇറങ്ങിയ മറ്റു പടങ്ങളിൽ വെച്ച് ദി ബെസ്റ്റായിട്ട് എനിക്ക് തോന്നി. അത്ര നല്ല പടമാണ്. കമ്പാരിറ്റീവ്ലി മറ്റ് YRF എസ്പെഷ്യലി വാർ 2 ഒക്കെ കണ്ടിട്ടാണ് നിങ്ങൾ ഈ പടം കാണുന്നതെങ്കിൽ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ്. എന്തറാ ഇത് വിമാനാണ് ഇത് എടുത്ത് നമുക്ക് തോന്നും. എന്നെ സംബന്ധിച്ച് നല്ല പടം തന്നെയാണ്. തിയേറ്ററിൽ കാണാൻ പറ്റിയ നല്ല എൻഗേജിങ് ആയിട്ടുള്ള നല്ലൊരു പടം. ഇങ്ങനെ പടം ഈ ഒരു യൂണിവേഴ്സ് ഇവർ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതേപോലെ വേറെ നല്ല പുതിയ ഓരോ ഡയറക്ടേഴ്സിൻ്റെ കൈ കൊടുക്കുക, വിഷനുള്ള ആൾക്കാരെ കൊണ്ട് കൊടുക്കുക. നമ്മൾ ഈ പ്രേക്ഷകർ പരാതി പറയുന്ന സാധനം നമുക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഈ പടം ഇറക്കുന്നത്. അപ്പോൾ നമുക്കിഷ്ടമില്ലാത്ത സാധനം തന്നെയാണ് ഇവർ കഴിഞ്ഞ കുറച്ച് പടങ്ങളിലായിട്ട് റിപ്പീറ്റ് അടിച്ച് കാണിച്ചുകൊണ്ടിരുന്നത്. നമുക്കിഷ്ടമുള്ളൊരു സാധനമാണ് ഈ ഒരു പടത്തിൽ ഒരു പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത് എന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കണ്ടവരാണെങ്കിൽ സിനിമയിൽ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.